നമസ്കാരം. മീഡിയയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. അപ്പോൾ രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വെറുതെ വിട്ടു എന്നുള്ള ഉത്തരവും കൂടി ഇതിനകത്തുണ്ട്. ഉത്തരവിന്റെ പകർപ്പൊക്കെ ഇനിയേ കിട്ടത്തുള്ളൂ. മൂന്നാം പ്രതി അമ്മാവനും കുറ്റക്കാരനാണ്. ഗ്രീഷ്മയെ സഹായിച്ചു എന്നുള്ള കുറ്റമാണ്, മീൻസ് തെളിവുകൾ നശിപ്പിച്ചു എന്ന കുറ്റമാണ് അമ്മാവനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാം പ്രതി സിന്ധുവിനെ നമ്മൾ ഗ്രീഷ്മ ഓൾറെഡി കുറ്റക്കാരിയാണ്, കുറ്റക്കാരി മാക്സിമം ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിട്ടുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാം പ്രതി സിന്ധു പ്രഥമ ദൃഷ്ട്യാ യാതൊരു തര കുറ്റവും ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഈ രണ്ടാം പ്രതിയായ അമ്മ സിന്ധു ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടില്ലെന്ന്. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പം ശിക്ഷിക്കുന്ന ഗ്രീഷ്മയെ ഓൾറെഡി ശിക്ഷിച്ചു. അപ്പം ഇനിയിപ്പോൾ അടുത്ത ആവശ്യമെന്ന് പറഞ്ഞാൽ രണ്ടാം പ്രതി സിന്ധുവിനെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് കുറേ ആൾക്കാർക്ക്. എല്ലാവരുടെയും ഉണ്ടെന്ന് പറയത്തില്ല, എനിക്കില്ല. കാരണം എനിക്കറിയാമായിരുന്നു അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും രണ്ടാം പ്രതി സിന്ധു ശിക്ഷിക്കപ്പെടത്തില്ല എന്ന്. അപ്പോൾ ബാക്കിയുള്ള ഇനി അടുത്ത സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഷാരൂണിൻ്റെ വീട്ടുകാരുടെ എല്ലാം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടാം പ്രതി സിന്ധുവിനെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അവർ ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം അമ്മ സഹായിച്ചു അല്ലെങ്കിൽ ഗൂഢാലോചന, ഇതിനകത്ത് എന്ത് ഗൂഢാലോചനയാണുള്ളത്? ഇപ്പോൾ അവർ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തി ഷാരോണിനെ ഇഷ്ടപ്പെട്ടു. ഷാരോൺ ഗ്രീഷ്മ വിളിക്കുമ്പോഴെല്ലാം ഷാരോൺ വീട്ടിലേക്ക് ചെന്നു. മാതാപിതാക്കൾ പറയുന്നതല്ലേ, മാതാപിതാക്കളോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയതും. ഒരു തവണയല്ല, ഒന്നിലധികം തവണ. അതുപോലെ തന്നെ വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് മാലയിട്ടു, അതെല്ലാം ചെയ്തു. ഇതെല്ലാം വീട്ടുകാരുടെ സമ്മതത്തോടാണോ ഷാരോൺ ചെയ്തത്? അപ്പോൾ വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ ഷാരോണിന്റെ ഇഷ്ടപ്രകാരം എപ്പോഴും ഗ്രീഷ്മ വിളിക്കുന്നിടത്തെല്ലാം പോയി, ഗ്രീഷ്മ വിളിക്കുന്നിടത്തും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ വീട്ടിലും ഒക്കെ എപ്പോഴും സഞ്ചരിച്ചു. ലാസ്റ്റ് ഗ്രീഷ്മയ്ക്ക് ഷാരോൺ ഒരു ബാധ്യതയാകുമെന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറയാനുള്ളത്, കുറ്റത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോടതിയുടെ ഒരു അറിയിപ്പ് മാത്രമാണ്, ഓർഡർ ഷീറ്റ് ഒന്നും വന്നിട്ടില്ല. കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ മീൻസ് ഇവർ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന തട്ടിക്കൊണ്ടുപോകലിന് ഗ്രീഷ്മ ഷാരോൺ എവിടെ തട്ടിക്കൊണ്ടുപോയത്? ഷാരോൺ ഒരു പുരുഷനാണ്. അപ്പോൾ വിളിക്കുന്നിടത്തെല്ലാം, ഗ്രീഷ്മ വിളിക്കുന്നിടത്തെല്ലാം ഇങ്ങനെ പിന്നെ ഷാരോൺ പൊയ്ക്കൊണ്ടേ ഇരുന്നതാണ് എന്നുള്ളത്. തട്ടിക്കൊണ്ടു പോകലിൻ്റെ ആ ഒരു ഇത് നിലനിൽക്കില്ല. ആ കേസ് ഇവർ തന്നെ അപ്പീൽ കൊടുത്താലും ആ കേസ് നിലനിൽക്കാനൊന്നും പോണില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് രണ്ടാം പ്രതി സിന്ധുവിൻ്റെ കാര്യമാണ്. അപ്പോൾ രണ്ടാം പ്രതി സിന്ധു ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഗൂഢാലോചന എന്താണ് ഗൂഢാലോചന? അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ വേറൊരു പയ്യൻ വന്നു, ഒരു ആർമിക്കാരൻ, ഒരു സേനയിലുള്ള ഒരാൾ വന്നു. ആള് വന്നപ്പോൾ അവർക്ക് ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് ഷാരോണിനേക്കാൾ മികച്ചവനാണ് അവനെന്ന് തോന്നിയിട്ടായിരിക്കും അവനെ ഒഴിവാക്കാനായിട്ട് ശ്രമം നടത്തി. ഒഴിവാക്കാനായിട്ട് ജാതകദോഷം പറഞ്ഞു, അതിന് മുമ്പ് പറഞ്ഞു 2 ജാതി പറഞ്ഞു, പിന്നെ ജാതകദോഷം പറഞ്ഞു, പിന്നെ അതിനുശേഷം എന്നിട്ടും ഒഴിഞ്ഞു പോകില്ല എന്ന് കണ്ടപ്പോഴാണ് കൊല്ലാനായിട്ട് പദ്ധതിയിട്ടത്. വളരെ വലിയ തെറ്റ് തന്നെയാണ്. അതിന് മാക്സിമം ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടണം. കാരണം സമൂഹത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ. 10-22 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആകപ്പാടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ രണ്ടാം പ്രതി സിന്ധു എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ അമ്മയാണ്. ഈ അമ്മയ്ക്ക് ആണായാലും പെണ്ണായിട്ടും ഒരു കുട്ടിയേ ഉള്ളൂ, ഒരു മകളേ ഉള്ളൂ. അപ്പോൾ ആ മകൾ, ഇപ്പം നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മമാരും അച്ഛന്മാരും മൂടി വെക്കണം എന്നുള്ളതല്ല, നമ്മൾ തെറ്റ് ചെയ്തു പോയി. അപ്പോൾ തെറ്റ് ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യനാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ നമ്മളുടെ ഇതാണെന്ന് സഹോദരങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും അവരുടെ ആ കുറ്റത്തിനെ മറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമല്ല. ഒരിക്കലും അത് മറയ്ക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർ കുറ്റം ആസൂത്രണം ചെയ്തുകൊണ്ടല്ല. ഇപ്പം ഞാനൊരു കുറ്റം ചെയ്തു, ഞാൻ എൻ്റെ സഹോദരനെ വിളിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, എന്താ ഇനിയിപ്പോൾ ചെയ്യുക? അപ്പം പറയും, നീ എന്തിനാ ചെയ്തത് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ എനിക്കുണ്ടാവും. പക്ഷേ സഹോദരി എന്നുള്ള നിലയിൽ ചിലപ്പോൾ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ നിൽക്കാനേ പറ്റൂ. അല്ലാതെ അയാൾക്ക് ഓടിപ്പോയി, എൻ്റെ ചേട്ടൻ ഓടിപ്പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റുമോ എൻ്റെ സഹോദരി ഇങ്ങനെ കുറ്റം ചെയ്തു, നിങ്ങൾ അവളെ വേഗം പിടിച്ച് ജയിലിലിടാൻ പറയാൻ പറ്റില്ല. അത് നമ്മൾ ഒരു കോമൺ സെൻസ് ആയിട്ട് തിങ്ക് ചെയ്താൽ മതി. അതുപോലുള്ള എന്തെങ്കിലും, ഇപ്പം മകൾ ഇങ്ങനെ ചെയ്തു പോയി, അപ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിൽ പ്രസവിച്ച അമ്മയല്ലേ, ഒരു മകളെ ഉള്ളൂ ആകപ്പാടെ, ആണായാലും പെണ്ണായാലും. അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷെ എന്നാൽ പോലും അവരെന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്നുള്ളതല്ല, കൊന്നു കഴിഞ്ഞു, ആ ചെറുക്കനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഈ വിഷം എടുത്താണ് കൊന്നു, ചിലപ്പോൾ ആ വിഷക്കുപ്പി എടുത്ത് മാറ്റിയെന്നോ, വിഷക്കുപ്പി എന്തായാലും അമ്മാവനാണ് എടുത്ത് കളഞ്ഞത്, ആ എറിഞ്ഞു എന്നുള്ളതാണ് അയാളുടെ മൊഴി. അതനുസരിച്ചാണ് അയാൾ തെളിവ് നശിപ്പിച്ചു എന്നുള്ള കുറ്റം അയാൾക്ക് കുട്ടിയിരിക്കുന്നത്. ആ ഒരു കുറ്റം ചെയ്തതായിട്ട്
കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ചിലപ്പോൾ പിന്നെ അത് മകൾ ചെയ്തു പോയി. അപ്പം ഇനി ചെയ്തു പോയ തെറ്റിന് നമ്മളിപ്പം എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പം മകളെ കൂടെ നിൽക്കാനേ പറ്റൂ. ഒരമ്മയ്ക്കും ഒരച്ഛനും എപ്പോഴും മക്കളുടെ കൂടെ നിൽക്കാനേ പറ്റൂ. വലിയ പിന്നെ ഇപ്പോൾ രാഷ്ട്രത്തിനെ നോവിക്കുന്ന കുറ്റമൊന്നുമില്ല, ഒരു അബദ്ധം പോലെ സംഭവിച്ചു പോയതാണ് എന്ന് വിചാരിച്ചു കാണും. അല്ലാണ്ട് ഇവള് ആദ്യം തന്നെ ജ്യൂസ് കൊടുത്തെന്നും ഈ ജ്യൂസ് കൊടുത്ത് അവൾ കൊല്ലാൻ ശ്രമിച്ചെന്നും പലതവണ കൊല്ലാൻ ശ്രമിച്ചു എന്നും ചിലപ്പോൾ ഒരു മാതാപിതാക്കൾ വിചാരിച്ച് കാണില്ല. പിന്നെ ഇതൊരു വ്യക്തമായിട്ടും ഈ ഒരു കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഗ്രീഷ്മയുടെ കുറ്റം പോലും യഥാർത്ഥമായിട്ടും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഇവർ തെളിയിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ സയന്റിഫിക് ആയിട്ട് എവിടെയാണ് തെളിയിക്കാൻ കഴിഞ്ഞത്? ഭക്ഷ്യവിഷബാധ എന്നുള്ള രീതിയിലാണ് ഈ കേസ് പോയത്. പക്ഷേ ഭക്ഷ്യവിഷബാധ എവിടുന്ന് വന്നു എന്നുള്ളത് ആ കൂട്ടുകാരൻ്റെ മൊഴിയിൽ നിന്നാണ് കൃത്യമായിട്ട് പോലീസിന് കിട്ടിയതും. ആ കൂട്ടുകാരൻ സ്ട്രോങ് ആയിട്ട് മൊഴി പറഞ്ഞു. കാരണം അവനാണ് കൊണ്ടുവന്ന്, ആ ചെറുക്കനാണ് കൊണ്ടുവന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ ഈ ഷാരൂണിനാക്കിയത്. ഷാരൂൺ തിരിച്ചിറങ്ങി വരുമ്പോൾ വൊമിറ്റ് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ അതവിടെ നിന്ന് എന്തോ കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മൊഴിയാണ് കൃത്യമായി കേസിൽ നിർണായകമായത്. അപ്പോൾ അങ്ങനെ ഒരു കേസിന്റെ വഴി വന്നതുകൊണ്ട് മാത്രമാണ് ഗ്രീഷ്മയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കുറ്റം ഇത്തരത്തിലുള്ള ഒരു കുറ്റം ഗ്രീഷ്മയ്ക്ക് മുന്നിൽ പിന്നെ നമ്മൾക്ക് നിരത്തി വെക്കാനും പ്രോസിക്യൂഷൻ നിരത്തി വെക്കാനും അത് അവസാനം ഗ്രീഷ്മ സമ്മതിക്കാനും ഇടയായത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു കുറ്റം ഗ്രീഷ്മയുടെ ഈ കുറ്റം തെളിയിക്കാനേ പ്രോസിക്യൂഷന് കഴിയില്ലായിരുന്നു. ആ പയ്യന്റെ മൊഴി നിർണായകമാണ്. പിന്നെ അതിനുശേഷം ഒരിക്കലും ഷാരൂൺ ഗ്രീഷ്മ കൊടുത്ത കഷായത്തിലോ അല്ലെങ്കിൽ ജ്യൂസിലോ വിഷമുണ്ട് അല്ലെങ്കിൽ വിഷമുണ്ടായിരുന്നു എന്ന് ഒരിക്കലും ഷാരൂൺ എവിടെയും പറഞ്ഞിട്ടില്ല. അവളെന്നെ ചതിച്ചു എന്ന് പറയാൻ ചിലപ്പോൾ അവനെ വേണ്ട, അല്ലെങ്കിൽ ജാതക ദോഷമുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭർത്താവ് ആദ്യം മരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞത് കൊണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും കല്യാണ ആലോചന വന്നു എന്ന് അവൻ അറിഞ്ഞത് കൊണ്ടും അങ്ങനെ ചതിച്ചു എന്ന് പറയാനാവും. അല്ലാണ്ട് അവൾ എനിക്ക് വിഷം തന്നു അല്ലെങ്കിൽ എനിക്ക് അവൾ തന്നതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളത് അവൻ ഒരിക്കലും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു മരണം മൊഴിയോ അതങ്ങനെ അവൻ പറഞ്ഞതായിട്ടോ ഇല്ല. പിന്നെ അച്ഛനോട് പറഞ്ഞു എന്ന് പറയുകയാണ്, അത് ആരും കേട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞ മൊഴി പ്രകാരമാണ്. അതൊരു അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഗ്രീഷ്മ ഇത് കൊടുത്തു, അതിനകത്ത് വിഷമുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ വിഷമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പറച്ചിലാണ് ഇപ്പോൾ ഒരു മൊഴിയായിട്ട് രേഖപ്പെടുത്തുന്നത്, മരണമൊഴി എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു കാരണവശാലും പ്രോസിക്യൂഷൻ ഈ കുറ്റം തെളിയിക്കാൻ കഴിയില്ലായിരുന്നു, അങ്ങനെ തന്നെ പോയനെ. പിന്നെ ഇവർ മാക്സിമം സയന്റിഫിക് എവിഡൻസ് ഒക്കെ എടുത്തു എന്ന് പറയുന്ന വരുന്ന ക്യാമറാസും പലതവണ, അപ്പം ആ ക്യാമറ എടുത്താൽ പോലും ഈ ഒരു കൊണ്ടുവിട്ട പയ്യൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പലതവണ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ആയിപ്പോയനെ. അപ്പോൾ എന്തെങ്കിലും ഈ തെളിവുകളെല്ലാം പ്രോസിക്യൂഷന് കൃത്യമായി നിരത്താൻ ഗ്രീഷ്മയുടെ കാര്യത്തിൽ സാധിച്ചെങ്കിലും അമ്മ സിന്ധുവിൻ്റെ കാര്യത്തിൽ രണ്ടാം പ്രതിയായ ആരോപിക്കപ്പെട്ട കുറ്റാരോപിതയായ സ്ത്രീയായ സിന്ധുവിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അപ്പീൽ പോയാലും ശരി സിന്ധുവിനെ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നും ഇതിനകത്ത് കാണുന്നില്ല എന്ന് തന്നെയാണ് ഒരു അഭിഭാഷക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ. ഇനിയും സമൂഹത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ എന്നും കൂടി പറയുകയാണ്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.